ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഞാനന്ന് അപ്പം ഉണ്ടാക്കിയോണ്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു, മിജി അത് എത്ര ടേബിൾ സ്പൂണാണ് ഞാൻ കപ്പി കാച്ചാൻ ഒരു തവിക്കകത്തെടുത്തില്ലേ 2. ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തു. ഞാനത് വെള്ളം ഒഴിച്ച് നോക്കിയോണ്ടേ 5 ടേബിൾ സ്പൂണാണ് ആ ഒരു തവി. അതിപ്പോൾ കറക്റ്റ് അത്രയൊന്നും എടുക്കണമെന്നില്ല. ഒരു അന്താസ് ഒരു 5-6 ടേബിൾ സ്പൂൺ എടുത്ത് 1 കപ്പ് വെള്ളത്തിൽ കപ്പി കാച്ചിയാൽ മതി. നന്നായിട്ട് ആദ്യം ഞാനതെല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൂടുതലങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെള്ളത്തിൽ ആദ്യം ഒന്ന് തീ ഓണാക്കുന്നതിന് മുമ്പിട്ടേ വെള്ളത്തിൽ നന്നായിട്ട് ആ മാവൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ചെറിയ തീയിലിട്ട് അത് കുറുക്കി എടുക്കണം. അത് കട്ട കിട്ടിയാലും കുഴപ്പമില്ല, കട്ട കെട്ടാതെ കിട്ടിയാലും കുഴപ്പമില്ല. എങ്ങനെ കിട്ടിയാലും തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അത് ഒന്നുകൂടെ അരച്ചെടുക്കുക. അപ്പോൾ പലരുടെയും സംശയമാണ് ഇത് പുളിച്ചു പൊങ്ങുമെന്ന്. പുളിച്ചു പൊങ്ങുമെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇടുന്നത് പോലെ, ഞാൻ എപ്പോഴും പറയുന്ന വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് ഇടുന്നത് പോലെ അങ്ങ് ഭയങ്കരമായിട്ട് പൊളിച്ച് വരത്തൊന്നുമില്ല. നമ്മൾ സാധാരണ ദോശമാവൊക്കെ അരച്ച് വെക്കുമ്പോൾ ഇച്ചിരി പൊളിച്ച് പൊങ്ങത്തില്ലേ, അത്രയും പോലും അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല. കാരണം നമുക്കൊരു പുളിയോ ഒരു വയറിന് ഈ ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ചേർത്ത് വയറിന് കുഴപ്പമുള്ളവർക്ക് ഇത് ബെസ്റ്റാണ്. നമ്മൾ ഒത്തിരി, കാരണം നമ്മൾ വെളിച്ചെണ്ണയും ഈ തേങ്ങയൊക്കെ ചേർക്കുന്ന വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കരുത്. കാരണം അങ്ങനെ ഒഴിക്കുവാണെങ്കിൽ ആ അപ്പത്തിൻ്റെ അരി കൊണ്ടല്ലേ അങ്ങ് മൊരിഞ്ഞ് വരും, ബ്രൗൺ കളറിൽ. അത് ചിലർക്ക് ഇഷ്ടമാണ്, എനിക്ക് പക്ഷേ സോഫ്റ്റായിട്ടിരിക്കുന്ന ഇഷ്ടം, മൊരിയുന്ന അത്ര ഇഷ്ടമല്ല. അപ്പം 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പിന്നെന്തുവാ, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും, നിറയെ കയറി. പിന്നെ അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്, നമ്മൾ അരച്ച് വെക്കുമ്പം കൈ കൊണ്ട് ഒരു 5 മിനിറ്റിൽ നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യണം. അതൊക്കെയാണ് അതിൻ്റെ ഫെർമെൻറ്റേഷനിൽ മനസ്സിലാവുന്നത്. നിങ്ങൾക്കല്ലെങ്കിലും ഇങ്ങനെയും ചെയ്യാം. അതിൽ പഞ്ചസാര നമ്മൾ ചേർക്കുമല്ലേ, അന്നേരം കുറച്ചുകൂടെ പുളിച്ച് പൊങ്ങി വരും. അതായത് നമ്മൾ ഇപ്പം തേങ്ങ ചേർക്കുമല്ലേ, അപ്പോൾ രാവിലെ ഈ ഒരു തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ ആ തേങ്ങാ വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ തലേന്ന് തേങ്ങാ വെള്ളം എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ഈ കുപ്പി ഗ്ലാസിൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് നമ്മുടെ അടുപ്പിൻകരയിലോട്ട് ഗ്യാസിൻ്റെ അടുത്തോട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ അരി അരയ്ക്കുന്ന സമയത്താകുമ്പോഴത്തേക്കിനും നല്ല സൂപ്പറാവും. അതേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ കിട്ടുമോ. ഇനി ഉടനെ ഒരു ഡിമാർട്ടിൽ പോയ പർച്ചേസിങ്, കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് നാട്ടിൽ പോകാനുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. എന്തോടാ ചിരിക്കുന്നേ? കുറച്ച്, പിന്നെ കുറച്ചല്ലേ അത്. ഇവൻ ഭയങ്കര സാധനം പറയും, ബാങ്ക് അക്കൗണ്ട് 0 ആയിപ്പോയത്. അങ്ങനൊന്നും ഇല്ലടാ, എല്ലാം നിനക്ക് അങ്ങ് വാങ്ങിച്ചോണ്ട് തരാം. നിനക്ക് വാങ്ങിച്ചില്ലേ കുറേ? നിന്റെ പൈസ നിന്റെ പൈസ വെച്ചിട്ടുണ്ട് വേറെ. അവന് കിട്ടുന്ന കൈമണി ബർത്ത്ഡേക്കൊക്കെ കൊടുക്കത്തില്ലേ, അത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പോയി ഇനി GK പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ ഞങ്ങൾ മലാട് മീൻ മാർക്കറ്റിൽ പോയ ഇച്ചിരി വീഡിയോ ഉള്ളു. കാരണം എൻ്റെ മൊബൈലിൻ്റെ അകത്ത് സ്പേസ് ഇല്ലായിരുന്നു. ഞാൻ ഈ കുറേ വീഡിയോകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള പിള്ളേരുടെ അതൊക്കെ. അപ്പോൾ എൻ്റെ കുറച്ച് സ്പേസ് അങ്ങ് പോയി. അതുകൊണ്ട് വെറുതെ ഓടിച്ചൊന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു മീൻ ഞാൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ 1-2 പേരോട് ചോദിച്ചോണേ അത് ഇന്നതാന്ന് പറഞ്ഞു, ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നാണ് ഞാൻ കുക്കറിലുണ്ടാക്കാതെ അപ്പച്ചട്ടിക്കകത്ത് കലത്തപ്പം ഉണ്ടാക്കിയില്ലേ, അതുപോലുള്ള റെസിപ്പിയാണ്. അന്ന് കാണിച്ചതായതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഫുൾ വീഡിയോ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല, ഫുള്ളായിട്ടുള്ളത്. എല്ലാം എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ടിന്ന് എല്ലാം എളുപ്പം ചെയ്യണം. സമയം ഒട്ടുമില്ല, സമയത്തെ തക്കത്ത് ഉപയോഗിക്കണം ഇന്ന്. അങ്ങനെ രാവിലത്തെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. കാരണം റീച്ചാൻ അത് കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചിട്ടൊക്കെ വേണം ഓഫീസിൽ പോകാൻ. ഇപ്പം റീച്ചാൻ സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടേ പോകത്തുള്ളായിരുന്നു. അതുകൊണ്ട് രാവിലെ എല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാനാണ് ഈ വീഡിയോ റീച്ചാൻ്റെ മൊബൈലിൽ എടുത്തത്.
അപ്പോൾ റീച്ചാൻ ഒന്ന് നിർത്തി എടുത്തില്ല, ഒറ്റയടിക്ക് ഓടിച്ചിട്ടൊരു പോക്കായിരുന്നു. അപ്പം അതുകൊണ്ടൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുകയും ചെയ്തു ഒന്ന് നിർത്തി എടുക്കാൻ. ഞാൻ അന്നേരം കണ്ടില്ല. അന്നേരം ഞാനും ഇങ്ങനെ മീൻ നോക്കി നടക്കുമായിരുന്നു. നമുക്ക് പോയ കാര്യം സാധിക്കണ്ടേ. അപ്പോൾ അത് അവിടെ സാധനം ഇല്ലെന്നറിഞ്ഞപ്പോഴേ, എനിക്ക് അച്ചാറിനുള്ളത് ഇല്ലെന്നറിഞ്ഞപ്പോഴേ എനിക്കൊരു വല്ലാത്ത ഇതായിപ്പോയി. അങ്ങനെ അവിടെ എല്ലാം നോക്കി തന്നെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഞണ്ട് ശരിക്കുമുണ്ട്, ഞണ്ട്. അതൊന്നും ഞാൻ ഇതുവരെയും കഴിച്ചിട്ടുമില്ല. അതിനെ കാണുമ്പോഴേ അതിങ്ങനെ നടക്കുന്ന ഇഴയുന്ന കാണുമ്പോഴേ എനിക്ക് മെയിൽ വരക്കും. അപ്പം ഞങ്ങൾ അവിടെ ഒരു മീൻ കണ്ടു. എനിക്കത് ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോന്ന് എനിക്കിങ്ങനെ എനിക്ക് ഈ കേര അങ്ങനെയുള്ള ചില മീനുകളെ അറിയത്തുള്ളൂ. ഈ വറ്റ മോതയൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ബെൻസിക്ക് അയച്ചു കൊടുത്തിട്ട്, അവിടെ 3 എണ്ണമായിരുന്നു അവിടെ അവർ വെച്ചിരുന്നത്. അപ്പം ബെൻസിക്ക് അയച്ചു കൊടുത്തിട്ട് അവളുടെ അടുത്ത് ചോദിച്ചിട്ട് കാരണം ജോസിന് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമല്ലേ. അപ്പം അത് എമർജൻസിക്ക് ഞാൻ അവളെ വിളിച്ചിട്ട് അവൾ എടുത്തില്ല. ഞാൻ വാട്സപ്പിൽ വീഡിയോ ഇട്ട് അത് നോക്കിയില്ല. അപ്പം നമ്മൾ അങ്ങനെ നിന്ന് തർക്കിച്ചോണ്ട് ഇങ്ങനെ അവളോടത്ത് ഇങ്ങനെ അവിടെ ഫോൺ വരാനായിട്ട് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. കാരണം അവൾ രാവിലെ ഇങ്ങനെ ബിസി ആയിരിക്കുമല്ലോ ഈ അച്ചാറിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതുകൊണ്ട്. അപ്പം അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ അടുത്തുള്ളൊരു മീൻ, ഞങ്ങൾ ഇവിടെ അടുത്തും ലോക്കൽ മാർക്കറ്റിൽ പോയി ഈ സാധനമായിരുന്നു, ഒരു ആൻറ്റിയുണ്ട്, അവർ വന്ന് അതെല്ലാം അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ അവർ ഞങ്ങളെ കണ്ടിട്ട് പറയാം, ഇന്ന് നിങ്ങളിവിടെ വന്നോ, എന്താ അവിടെ വന്ന് വാങ്ങിക്കാത്തേ, അതായത് എന്നൊക്കെ കുറേ പറഞ്ഞിട്ട് റീച്ചാൻ പറഞ്ഞു ഞങ്ങളിത് വാങ്ങിക്കാനായിട്ട് നിൽക്കുമായിരുന്നല്ലേ, നിങ്ങളങ്ങ് എടുത്തു. അന്നേരം അവർ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, അവിടെ വാ, കാരണം അവരുടെ മാർക്കറ്റിൽ വാ, ഞാൻ അവിടെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ റീച്ചാൻ പറഞ്ഞു നീ ഇവിടുത്തെ വിലയ്ക്ക് നീ ഒന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് കൂട്ടിയല്ല തരത്തുള്ളൂ. അപ്പോൾ ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഡബ്ബയ്ക്കകത്ത് മീൻസ് വേറെ പെട്ടിക്കകത്തും അവരൊരു 7 8 എങ്ങാണ്ട് അവർ വാങ്ങിച്ച്. അപ്പം ഇവർ നമ്മുടെ ഒരു നമ്മുടെത്തൊക്കെ വില കൂട്ടിയാണ് ഈ മീൻകാർ പറയുന്നത്. ഇങ്ങനെയുള്ള ഇവരുടെ ഈ സ്ഥിരം മീൻകാർ വാങ്ങിക്കുന്ന ഈ മീൻ വിൽക്കുന്ന ഇവരൊക്കെ വരുന്നുണ്ടേ അവർ വേറൊരു വില കൊടുക്കും. കാരണം അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കാരണം അവരെന്നും അവരുടെ നിന്ന് വന്ന് വാങ്ങിക്കുന്നേ, അവർ നമ്മുടെ കൂട്ടല്ല, അവർ കുറേ എടുക്കും. അപ്പോൾ അതനുസരിച്ച് വില കുറച്ച് അവർക്ക് കൊടുക്കും. നമ്മുടെ അടുത്തൊരു വേറൊരു റേറ്റ് പറയും. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കവേ അവർ ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരതെല്ലാം എടുത്തു. പക്ഷേ ഇത് നല്ല ഫ്രഷും ആയിരുന്നു. പിന്നെ കഴിച്ചാൽ പറഞ്ഞ് നിനക്ക് വേണമെങ്കിൽ നമുക്കെന്നാൽ അവിടെ അടുത്ത് പോകാം, ഷോപ്പിൽ പോവാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഞാൻ പിന്നെ ചെറിയ മത്തി ഉണ്ടായിരുന്നു, വെറിയും പൊടിക്കണിച്ച്, അത് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ അവരുടെ അടുത്ത് വന്നുകൊണ്ട് ഇത് മോൻ, അമ്മ, അപ്പൻ, ഇങ്ങനെ അത്രയും പേരുണ്ട് അവിടെ. ആൾക്കാർ ഞണ്ടിനെ വന്ന് വാങ്ങിക്കുന്നു. അതിനെ കണ്ടപ്പോഴേ എനിക്കങ്ങ് മേല് വരുത്തി. മീൻ മാർക്കറ്റിൽ പോയിട്ട് വന്നേ ഞാൻ പറയില്ല, എനിക്ക് കേരച്ചൂര വേണമെന്നുള്ളത്. പോയി കേരച്ചൂരൊന്നുമില്ല, അല്ലാത്ത മീനൊന്നുമില്ല, എല്ലാം ഇരിക്കുന്നത് ഒത്തിരി നല്ല മീനായിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് എനിക്കതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു വറ്റയാണോ, അതിന് വിലയുമാണ്. അവരാദ്യം 2 എണ്ണം 1500 രൂപ പറഞ്ഞു, പിന്നെ ഒരെണ്ണം 700 പറഞ്ഞു. അപ്പോൾ ആ ഒരെണ്ണം വാങ്ങിച്ചു, ഒന്നുമില്ല കറി വെക്കാൻ. പിന്നെ അയലയും വാങ്ങിച്ചു. നോക്കട്ടെ, ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെ ഈ മീൻ. ഞാനങ്ങനെ വീഡിയോ എടുത്ത് ബെൻസിക്ക് അയച്ചു കൊടുത്തോണ്ടേ അവൾ പറയും കുട്ടിയോളെ എനിക്കങ്ങനെ ജോസാൻ പറഞ്ഞത് വറ്റയാണോ ഡൗട്ട് ആണോ എന്തോ. അതേലും ഞങ്ങൾ വാങ്ങിച്ചു. അല്പം തോന്നുന്ന കറി ഞാനിവിടെ കൊണ്ടുവന്ന് വെട്ടാമെന്ന് പറഞ്ഞിരുന്നാൽ അവർ പറഞ്ഞ് ഭയങ്കര കട്ടിയാ, വീട്ടിലൊന്നും വെട്ടാക്കത്തില്ല കാണിക്കാൻ. ഇപ്പം അത് അയല ഉള്ളത് നല്ല ഫ്രഷ് അയലയായിരുന്നു. 6 എണ്ണം അവർ വെച്ചിരുന്നത് 150 രൂപയ്ക്ക്, 100 രൂപ. പിന്നെ ഇപ്പം എത്ര 2 4 5 9 എണ്ണം കിട്ടി. റേച്ചാൻ പറഞ്ഞ ഒരെണ്ണം കൂടെ ഇടണം പറയും. നല്ല മീൻ നല്ലതാണ്. ഇങ്ങനെ പീസാക്കിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞേ അവരുടെ അടുത്ത്, അവരോട് സ്കിൻ കളയാതെ ഒക്കത്തില്ല. പക്ഷേ നല്ല മാംസം ഉണ്ട് കേട്ടോ. 700 രൂപ.
അപ്പം ഞാൻ വന്ന് പിന്നെ എല്ലാവർക്കും ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പിന്നെ അരിയിട്ട്. അപ്പം ഞാൻ ഇവനോട് പഠിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അവൻ അവിടെ ഉള്ള അവൻ്റെ ടോയ് എല്ലാം നിരത്തി ബുക്കും പുസ്തകം അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൂടിയിരിക്കാതെ ഒരു രക്ഷയില്ല. അവനവിടെ ഇരുന്ന് അവൻ്റെ ഡ്രമ്മും അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ചിന്തിച്ചത് ആ വറ്റയാന്ന് ചിന്തിച്ചത്, അത് കറി വയ്ക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്, അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാതെ എനിക്കത് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പിന്നെ ഈ അയലയെടുത്ത് വെട്ടിയിട്ട് ഒരു 4 എണ്ണം വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. നമുക്ക് വെട്ടുമ്പോഴറിയാമല്ലേ, കറി വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അവർക്ക് ഞാൻ വന്നിട്ട് പെട്ടെന്ന് തത്തിക്കൂട്ടി അവർക്ക് കൊടുത്ത് ബാക്കി ഞാൻ എൻ്റെ പരിപാടികൾ പിന്നെ ചെയ്യുന്നേ ഉള്ളൂ. പണ്ടൊരു പഴമൊഴിയാണോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, ഒരു പറച്ചിലുണ്ടല്ലേ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വന്നത്. അതുപോലായിരുന്നു ഇന്ന് ഞങ്ങൾ പോയിട്ട് വന്നത്. വെറുതെ അത്രയും സമയം കളഞ്ഞു. വെറുതെ എത്ര സമയം അവിടെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കണമെന്നറിയാമോ. അപ്പം ഞാൻ ഇന്ന് കറി വയ്ക്കുന്നേ നമ്മുടെ പുതിയ ചട്ടിക്കകത്താണ്. ചട്ടി കാണാൻ തന്നെ നല്ലൊരു ലുക്കുണ്ടല്ലേ. അപ്പം നമ്മുടെ ചട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, താഴെ പിള്ളേർ കിടന്ന് ബഹളം വയ്ക്കുന്ന ചൊവ്വിന് കേൾക്കാം ഇവിടെ. പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുക. കഴിഞ്ഞ ആഴ്ച പച്ചക്കറി വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം എമർജൻസിക്ക് ജിയോ മാർട്ടിൽ നിന്ന് വല്ല കാബേജോ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കത്തുള്ളൂ. അപ്പം കാബേജ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉരുളൻകിഴങ്ങ് മാത്രം കിടപ്പുണ്ടായിരുന്നു. അതരിഞ്ഞ് എന്നാൽ നമുക്ക് തോരൻ വെക്കാമെന്ന് വെച്ച്. ഇന്നലെ ഞാൻ ഇച്ചിരി തൈര് വെച്ചായിരുന്നു മോരുകറിക്ക് വേണ്ടി. അപ്പോൾ എന്നും എന്താ ഈ കറി വെക്കുന്നത്. ആ രസം വെച്ചത് 2-3 ദിവസം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ്, കൊച്ചിനും ഇഷ്ടമായിരുന്നു. ഓളിന് പിന്നെ എന്നും മോര് കൊടുക്കാമോ, വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അപ്പം ഞാനതിൽ തലയും വാലുമായിട്ടാണ് മുറിച്ചത്. ഈ ചട്ടിയാണെങ്കിൽ ഉടനെ ചൂടും ഭയങ്കരമായിട്ടാണ് കേട്ടോ. മറ്റേ ചട്ടികളെയൊക്കെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും അതിൻ്റെയൊക്കെ കപ്പാസിറ്റി പോകാറായി ഇരിക്കുന്നത്. ഇതങ്ങോട്ട് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഫാക്കിയിട്ടും കുറേ നേരം കൊണ്ട് കിടന്നങ്ങ് തിളയ്ക്കുക. അപ്പം ബാക്കി ഞാൻ പറഞ്ഞ 4 മീനുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇത്തിരി പോളിനാണെങ്കിൽ അങ്ങ് മസാല അങ്ങ് അകത്തോട്ടങ്ങ് ഡീപ്പായിട്ട് കണ്ടിച്ചിട്ട് അകത്ത് മസാല പുരട്ടി വെക്കണമെന്ന് അവൻ പറയും. പിന്നെ കുടിക്കാനൊക്കെ പാത്രങ്ങൾ ചരുവം കഴുകി വന്നിട്ട് രാവിലത്തെ പാത്രവും ഞാൻ കഴുകാതെ പോയത്, അവിടെ ഇട്ടിട്ടാണ് പോയത്. പിന്നെ തുണി ഇട്ടിട്ട് പോയി. പിന്നെ അമ്മടുത്ത് അവിടെ ചെന്നിട്ട് ഞാൻ ഓർത്ത് ഫോൺ ചെയ്ത് കംഫർട്ട് ഒഴിക്കണേന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുണി വിരിക്കുന്നതൊന്നും കാണിച്ചില്ല. വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് തിളപ്പിക്കാൻ വെച്ച് മീൻ കറി ഇവിടിപ്പം തിളച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറി പച്ച നല്ല കറിവേപ്പിലല്ലായിരുന്നു, ഉണങ്ങിയതാവും. അതിട്ടിട്ടും പ്രയോജനമില്ല. അതുകൊണ്ട് പച്ചക്കറിവേപ്പില ഇട്ടാൽ അതിൻ്റേതായ ഒരു നല്ലൊരു മണം വരും. ചോറിവിടെ വാർത്തതിയിട്ട് മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മോര് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉടച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ, തൈര്. അപ്പം ഞാൻ മോരിന് കടുകും വറുത്തു. അപ്പം മോരുമായി. ചൂട് കാരണം അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല, അതേ അവസ്ഥയായി. എനിക്കാണെങ്കിൽ ചൂട് പറ്റത്തില്ലല്ലേ, എക്സോസ് ഇട്ടേക്കുക. അതുകൊണ്ട് നോർമൽ സൗണ്ട് ഇടാനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സൗണ്ട് പറവറാ കേൾക്കുക. എന്നെയാണെങ്കിൽ വിയർത്തൊഴുകി എൻ്റെ അനങ്ങാൻ എനിക്കൊരിച്ചിരി ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങ് അടുക്കളയിൽ നിന്ന് അങ്ങ് കയറിയാൽ മതിയെന്നാണ്. അപ്പം ഞാൻ മോരിനും കടുക് വറുത്ത് മോരുമായി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന്. അപ്പോൾ ഉരുളൻകിഴങ്ങ് എനിക്കിഷ്ടമായി. ഈ ഉരുളൻകിഴങ്ങ് തോരൻ ആദ്യമൊന്നും ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ കഴിക്കും. അവർക്ക് മെഴുക്ക് പുരട്ടിയേ ഇഷ്ടമുള്ളായിരുന്നു. ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ, നാവി കയറിയാൽ മതിയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം, ഓരോരുത്തരുടെ ഓരോ അവസ്ഥയെ സിറ്റുവേഷൻ. ഇവിടെ വരുന്ന അനു, അവളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ അടുത്ത മാസം 8-ാം തീയതി അവളുടെ ഡേറ്റ്. അവൾ ഈ നിമിഷം വരെയും കഷ്ടപ്പെടുക വന്ന്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, എടി നീ അങ്ങ് നിർത്തി, ഇനി വീട്ടിൽ എനിക്ക് നീ ജോലി ചെയ്ത സമയത്തെങ്ങാനും ഡെലിവറി ആയാൽ എന്തോ ചെയ്യുമെന്ന്. ഇന്നാണെങ്കിൽ അവൾ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ഞാൻ ചോദിച്ചാൽ എന്തോ പറ്റിയെന്ന് വെച്ചാൽ ആൻറ്റി വീണ്ടും അവൻ്റെ ഭർത്താവിൻ്റെ അഹങ്കാരം തുടങ്ങിയിട്ടുണ്ട്. അവൻ ഇപ്പം പണിക്ക് വരുന്നില്ല. അവൾ വന്നിട്ട് തന്നെ അവൾക്കിപ്പോൾ ഇനി അവൾ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ആൻറ്റി തന്നെ ചെയ്യാനായിട്ട്, അതുകൊണ്ട് വേറൊരു ചെറുക്കനെ അവൾ വെച്ചിട്ട് അവന് പകാർ അവൾ കൊടുക്കുക. എന്തോ മനുഷ്യ അവസാന സിറ്റുവേഷൻ. ഈ സമയത്തൊക്കെ അവൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കേണ്ട സമയമല്ലേ. ഞാൻ ചോദിച്ചു എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ അമ്മയുടെ അടുത്ത് പോയി ഇരിപ്പുണ്ടെന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ കൊച്ചിനെ അവൻ്റെ വീട്ടുകാർ ആദ്യം അവൻ്റെ വീട്ടുകാർക്കായിരുന്നു നിർബന്ധം കൊച്ച് വേണമെന്ന്. ഞാൻ അന്നേരം ചോദിച്ചാൽ അവൾ പറഞ്ഞ് എൻ്റെ അമ്മായിയമ്മ പ്രായം കുറവാണ്, അവർ നോക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഈ സിറ്റുവേഷൻ ഇനി അവരെന്തോ ചെയ്യും? എൻ്റെ അമ്മയും എൻ്റെ മോളും നോക്കൂ ആൻറ്റി, എന്തോ ചെയ്യാനാണ്. ചിലപ്പോൾ 2 ദിവസത്തേക്കിനെ കാണും, അവളില്ലേ എടുത്തടിച്ചതുപോലെ പറയുന്നതായിരിക്കും. 2 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ അവൻ വരികയും ചെയ്യും. അവൻ ഇവിടെ വന്നിട്ട് ഇവന് കുടിയാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അവൾ പറഞ്ഞ ആൻറ്റി ഞാൻ തന്നെ ഉള്ളപ്പോൾ ഞാൻ 4 മണിയാകുമ്പം ജോലി തീർന്ന് വീട്ടിൽ എത്തും, ഇവൻ 7 മണിയായാലും വരത്തില്ല, അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അവൾ. തോരനൊക്കെ റെഡിയായി. മീൻ ഇത് ഞാൻ കുറച്ചൊരു വൈകുന്നേരം ആയപ്പോഴാണ് വറുത്തതേ. അപ്പോൾ ഇനി മീനൂടെ വറുത്തെടുക്കട്ടെ. അപ്പോൾ രാത്രി ആയണേ അത്താഴം എടുക്കുന്ന സമയത്ത് മീൻ നോക്കിയാൽ കുറേയും കൂടെ ചട്ടിയിൽ ഇരുന്നങ്ങ് വറ്റിയിട്ടുണ്ട്, നല്ല കുറുകിയ ചാറോടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.